നമസ്കാരം. എല്ലാ ACV പ്രേക്ഷകരെയും കെയറിംഗ് ഹാൻഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകളിൽ ഉണ്ടാകുന്ന തലകറക്കം അല്ലെങ്കിൽ തലചുറ്റലിനെ പറ്റിയാണ്. അതിൻ്റെ മേജർ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം അരുമനയിലെ യാന മദർ ആൻഡ് ചൈൽഡ് കെയർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ലീലാമണിയാണ്. ഡോക്ടറെ നമുക്ക് പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ടു ദ ACV പ്രേക്ഷകർക്കാണ്, ഇതൊരു 1 hour ഫോൺ ഇൻ ലൈവ് സെഷൻ പ്രോഗ്രാമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകൾക്കുണ്ടാകുന്ന തലചുറ്റൽ എന്ന വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് ചോദ്യങ്ങളും സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലോട്ട് ഡയൽ ചെയ്യുക. ഡോക്ടറോട് നേരിട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ചയിലോട്ട് കിടക്കാം. ഡോക്ടർ, സ്ത്രീകൾക്കുണ്ടാകുന്ന തലകറക്കം എന്ന് പറയുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ, എന്താണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ? തലകറക്കം എന്നുള്ളത് ജീവിതത്തിലൊരു പ്രാവശ്യമെങ്കിലും എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരുടെയും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് പ്രായഭേദമന്യേ ആൺപെൺ വ്യത്യാസമന്യേ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും, നമുക്ക് കോൺഫിഡൻ്റായിട്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്കൊരു ബാലൻസ് വേണം. നമ്മൾ നിൽക്കണമെന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ നിൽക്കണം. പക്ഷെ അങ്ങനെ ഒരു ബാലൻസ് ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് ഈ തലകറക്കം ഉണ്ടാക്കുന്നത്. ഇപ്പം തലകറക്കം നമുക്ക് പ്രത്യേകിച്ച് കണ്ടാലൊരു കുഴപ്പമില്ലെങ്കിലും ആ ഒരു വ്യക്തിയെ കംപ്ലീറ്റ്ലി അവരുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. തലകറക്കത്തിന് പല പല കാരണങ്ങളുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തലകറക്കം ഉണ്ടാകും. പക്ഷെ നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ ആർക്ക് തലകറക്കം വന്നാൽ എല്ലാവരും ഓടിപ്പോയി ചെക്ക് ചെയ്യുന്ന ഒന്നാണ് BP എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് BP കൂടുന്നതുകൊണ്ടാണ് തലകറക്കം വരുന്നത്. പക്ഷെ പലപ്പോഴും BP കൂടുന്നതിനേക്കാൾ BP കുറയുമ്പോഴാണ് തലകറക്കം വരുന്നത്. BP ബ്ലഡ് പ്രഷറിൻ്റെ ഒരു വ്യതിയാനം കൊണ്ട് കോമൺ ആയിട്ട് തലകറക്കം ഉണ്ടാവാറുണ്ട്. എന്നാൽ തലകറക്കം എന്ന് പറയുന്ന ഒരു ലക്ഷണം മാത്രമാണ്. അപ്പോൾ എപ്പോൾ തലകറക്കം ഉണ്ടായാലും നമുക്കങ്ങനെ ചുമ്മാ ഉണ്ടാകാൻ പറ്റുന്ന ഒന്നല്ല തലകറക്കം ഉണ്ടായാലും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും നമുക്ക് കാര്യമായ അസുഖങ്ങളുണ്ടോ എന്ന് ടെസ്റ്റുകളും പരിശോധനകളും നടത്തി നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഒരു ട്രാൻഷ്യൻ്റായിട്ട് നമ്മൾ പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ചാടി എണീറ്റാൽ തല കറങ്ങുന്ന പോലെ തോന്നും. അത് വീണ്ടും നമ്മളൊന്ന് കിടക്കുമ്പോൾ തന്നെ അത് മാറും. അങ്ങനെ ട്രാൻഷ്യൻ്റായിട്ട് വന്നു പോകുന്ന തലകറക്കമാണ് പലർക്കും ഉണ്ടാകുന്നത്. എന്നാൽ റിപ്പീറ്റഡായിട്ട് നമുക്ക് ഒരു തലകറക്കം വന്നിട്ട് അത് മാറാതെ കൂടുതൽ സമയം അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കും. ഇപ്പം നമ്മുടെ കണ്ണ്, ചെവി, ഹൃദയം, നമ്മുടെ ബ്രെയിൻ, ഇങ്ങനെ പല അവയവങ്ങൾക്കും വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് തലകറക്കം ഉണ്ടാകാം. കൊച്ചുകുട്ടികളിലാണെങ്കിൽ അവർ ആഹാരം കഴിക്കാതിരുന്നാൽ, അതുപോലെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുത്താൽ, ഉറങ്ങാതിരുന്ന് ജോലി ചെയ്താൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തലകറക്കം ഉണ്ടാകും. പക്ഷെ ആ തലകറക്കം എല്ലാം നമുക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് തലകറക്കം വന്നതെന്ന്. ഉറങ്ങാനേ പറ്റുന്നില്ല, 2-3 ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല, സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു തലകറക്കം വന്നാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ്, ചിലപ്പം രക്തത്തിലെ ഷുഗർ കുറഞ്ഞു പോയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് തലകറങ്ങുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ തലകറക്കം മാറും. എന്നാൽ അല്ലാതെ നമ്മൾ അങ്ങനെ ഒന്നും കറക്റ്റ് ചെയ്യാതെ തലകറക്കം മാറാൻ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിലൊരു സീരിയസ് ആയിട്ടുള്ളൊരു അസുഖം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ ഡോക്ടറെ കണ്ട് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ പലപ്പോഴും ആദ്യമൊക്കെ തലകറക്കം ഉണ്ടാകുമ്പോൾ സാരമില്ല എന്ന് നമ്മൾ വിചാരിച്ചാലും അത് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട പരിശോധനകൾ നമ്മൾ ചെയ്യണം. ധാരാളം കാരണങ്ങളുണ്ട് തലകറക്കത്തിന്. എന്നാൽ ഞാനിപ്പോൾ സ്ത്രീകളുടെ തലകറക്കമെന്ന് ഞാൻ എടുക്കാൻ കാരണം ഞാൻ സ്ത്രീകളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറായതുകൊണ്ടാണ്. ഇതെല്ലാവർക്കും വരാവുന്നതാണ്. സ്ത്രീകളിൽ കൂടുതലായിട്ട് ഉണ്ടെന്ന് തന്നെ പറയാം. തലകറക്കം ഉണ്ട്. അത് പ്രത്യേകിച്ച് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ സ്ത്രീക്ക് തലകറക്കം ഉണ്ടെങ്കിൽ അവർക്ക് എണീക്കാതിരിക്കാൻ പറ്റില്ല. അവർക്ക് വീട്ടുകാര്യം നോക്കണം. മറ്റൊരാളിന് വരുന്ന പോലെ അല്ല. അതുകൊണ്ടത് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. അവരുടെ ജോലികളിലും വീട്ടുകാര്യം നോക്കുന്നതിലും കുഞ്ഞുങ്ങളെ നോക്കുന്നതിലും ഒക്കെ അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് തലകറക്കം ഉണ്ടായാൽ. പിന്നെ അതുപോലെ ഡോക്ടർ,
ഈ തലകറക്കം എന്ന് പറയുന്നത് ഒരു രോഗമാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇതൊരു രോഗമാണ്, പക്ഷെ ഇതൊരു ലക്ഷണമാണ് മാത്രമാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ അത് വന്നു കഴിയുമ്പോൾ നമുക്കൊരു രോഗിയുടെ ഒരു കണ്ടീഷനാണ് നമുക്ക് വരുന്നത്. ഒരു സിംറ്റം ആണെന്ന് നമ്മൾ പറയുന്നെങ്കിലും രോഗമെന്ന് പറയുന്നത് എന്താണ്, ഒരു ബലഹീനതയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തലകറക്കം കൊണ്ടായ ആളിനുണ്ടാകുന്നത് ശരിക്കും അവരുടെ റുട്ടീൻസ് ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ തന്നെ ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, തന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാത്തിനും ഒരു ഡിപ്പെൻഡൻസി, ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് അസുഖമായിട്ട് തന്നെ ആൾക്കാർ കണക്കാക്കും. പക്ഷെ അതിലൊരു കാര്യമുള്ളത്, തലകറക്കം മാത്രം ചികിത്സിച്ചിട്ട് നമുക്ക് ആ പ്രശ്നം മാറിക്കിട്ടില്ല. അതിൻ്റെ അടിയിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാതലായ കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് ഈ തലകറക്കം വരുന്നത്, തലകറക്കം ഒരു ലക്ഷണം മാത്രം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ഹോർമോണൽ ഇംബാലൻസ് ഇതിനൊരു പ്രധാന കാരണമാണ്. ഈ പുരുഷന്മാരെക്കാളും ഹോർമോണൽ വ്യത്യാസങ്ങൾ ബോഡിയിൽ വരുന്നത് സ്ത്രീകൾക്കാണ്. പ്രത്യേകിച്ച് അവരുടെ ആർത്തവത്തിൻ്റെ പല ഘട്ടങ്ങളിൽ, അതുപോലെ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പല ഘട്ടങ്ങളിൽ, പിന്നെ ആർത്തവ വിരാമം എടുക്കുമ്പോൾ, അപ്പോഴെല്ലാം ഈ ഹോർമോൺ വ്യതിയാനം ധാരാളം ഉണ്ടാകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് തന്നെ വ്യത്യാസം വരുത്തും. ഒരുപാട് ചില ഹോർമോൺസ് ഫ്ലൂയിഡ് പിടിച്ചു വയ്ക്കുന്നതാണ്. ഇപ്പോൾ ബോഡിയിൽ ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂടും. പിന്നെ ഉള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പം ഗർഭിണിയാണെങ്കിൽ പലപ്പോഴും അവർക്ക് ഛർദിൽ കാണും. അങ്ങനെ നമുക്കതെല്ലാം സാധാരണ വലിയ കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതുമൂലം ഗർഭകാലത്ത് പ്രഷർ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ആർത്തവവിരാമം അടുക്കുന്ന സമയത്ത് അവർക്ക് ഈ ഹോർമോൺ വ്യതിയാനം മൂലം സ്വെറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഹോർമോൺ വ്യതിയാനവും ഒരു തലകറക്കത്തിനൊരു കാരണമാകും. ഈ പീരിയഡ് സമയത്ത് വലിയ സ്ത്രീകൾ മാത്രമല്ല, മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അബ്ഡമൻ പെയിൻ അല്ലാതെ തന്നെയുള്ള തലകറക്കമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു റിക്കവറി? സ്ത്രീകളിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മെനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തലകറക്കം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെനിസ്ട്രേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അമിത രക്തസ്രാവമുള്ള സ്ത്രീകളുണ്ട്, സ്ത്രീകളല്ല കുട്ടികൾ തന്നെയുണ്ട്, കൊച്ചു കുട്ടികൾ തന്നെ ഉണ്ട്. അതിപ്പം സാധാരണ നമ്മുടെ മാസമുറ എന്ന് പറയുന്നത് മാസത്തിലൊരിക്കൽ വരുന്നതും, അത് വിത്തിൻ ഒരു 7 days ആ ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഈ 7 days ഒരുപോലെ ഹെവി ആയിട്ട് ബ്ലീഡിങ് കാണില്ല, ചിലപ്പോൾ 1-2 ദിവസമേ കാണുള്ളൂ. അതിൻ്റെ പിന്നുള്ളത് വളരെ മൈൽഡായിട്ടുള്ള ബ്ലീഡിങ്ങേ കാണുള്ളൂ. പക്ഷേ ഹെവി ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും, രക്തത്തിൻ്റെ അളവ് കുറയും. രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തലകറക്കം. അപ്പം ഈ എപ്പോഴും നമ്മൾ തലകറക്കം എന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ അടുക്ക വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഈ മെൻസ്ട്രുവേഷനെ പറ്റി ചോദിക്കും. അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണോ നമുക്കുള്ളത്. പിന്നുള്ളത് മാസമുറ സമയത്തുണ്ടാകുന്ന വേദന, നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയും. ആ സമയത്തുണ്ടാകുന്ന വേദന, അപ്പോഴത്തെ ആ വേദനയുടെ ഒരു ഇഫക്റ്റായിട്ട് നമുക്ക് തലകറക്കം വരാൻ സാധ്യതയുണ്ട്. പെയിൻ്റെ ഒരു ഇഫക്റ്റായിട്ട് നമുക്ക് തലകറക്കം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡിസ്മെനോറിയയുടെ കൂടെ തന്നെ തലകറങ്ങി വീഴുന്ന ധാരാളം കുട്ടികളുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നൊന്നും നമുക്കിതൊന്നും അറിയില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ തലകറങ്ങി വീഴുന്ന പല കുട്ടികളും അത് അവർ മെൻസ്ട്രുവേഷൻ, അന്നൊക്കെ മെൻസ്ട്രുവേഷനായിട്ട് സ്കൂളിൽ വരികയും പിന്നെ ആ സമയത്ത് അവർക്ക് ഇപ്പോൾ ചെറിയ പെയിനൊക്കെ അവർ സഹിച്ചുകൊണ്ടിരിക്കും. പിന്നുള്ളത് ഇപ്പോൾ ഡിസ്മെനോറിയയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുണ്ട്. ഈ സ്മൂത്ത് മസിൽ റിലാക്സൻസ് ആണ് ഈ പെയിൻ കുറയ്ക്കാൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പല മെഡിക്കേഷൻസും നമുക്ക് തലകറക്കമുണ്ടാകും. അത് പ്രഷറിനുള്ള മരുന്നുകൾ അമിതമായിട്ടായിപ്പോയാലും നോർമൽ ഡോസിൽ തന്നെ തലകറക്കം ഉണ്ടാകുന്ന, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് തലകറക്കം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ മരുന്നിൻ്റെ ഇഫക്റ്റായിട്ട്. പിന്നെ അല്ലാത്ത മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ചുഴലി പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ സീഷർ ഡിസോർഡർ, മാനസിക അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, അവർക്ക് തലകറക്കത്തിൻ്റെ സാധ്യത കൂടുതലാണ്. തലകറക്കം അപ്പോൾ മെഡിസിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടും തലകറക്കം വരും, സൈഡ് എഫക്ട്സ് ആയിട്ടും വരുമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതും അതൊരു പിന്നീടൊരു സൈഡ് എഫക്റ്റിലോട്ട് കൊണ്ടെത്തിക്കില്ല. സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താണ്, ഇപ്പം നോക്കുമ്പോൾ പ്രഷർ കുറവാണെങ്കിൽ നമ്മൾ എന്താണ്, പ്രഷർ കൂട്ടാനായിട്ട് മിക്കവാറും ഡ്രിപ്പൊക്കെയാണ് കൊടുക്കുന്നത്. ഡ്രിപ്പൊക്കെയാണ്. ഇപ്പോൾ ഒരിക്കലും ഒരു തലകറക്കം എന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മളങ്ങനെ മരുന്ന് കൊടുത്ത് നമുക്ക് ആ തലകറക്കം മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ആ കോസ് എന്താണ് കാരണം അത് ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക്
തലകറക്കം മാറുള്ളൂ. മാറും. അപ്പം നമ്മൾ ഒരു സപ്പോർട്ടീവ് മെഷർ ആദ്യം എടുക്കുമെങ്കിലും തലകറക്കം വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിൽക്കുമ്പോഴാണ് തലകറക്കം എന്നാൽ അത് സഹിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ബോധം കെട്ട് വീഴും. ഇപ്പോൾ ഒരു BP കുറഞ്ഞിട്ടുള്ള ഒരാളാണ്, അപ്പോൾ എപ്പോഴും നമ്മൾ തലകറക്കം വന്ന് പെട്ടെന്ന് റെസ്റ്റ് ചെയ്യണമെന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. റെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറിഞ്ഞ് വീണ് തലയ്ക്കൊക്കെ മുറിവ് പറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പോകും. നമ്മൾ പലപ്പോഴും ഗർഭിണികൾ നമ്മളോട് ചോദിക്കും യാത്ര ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് ഗർഭത്തിന് ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യാനേ പാടില്ല എന്നൊരവസ്ഥയൊന്നുമില്ല. പക്ഷെ നമ്മൾ പലരും ചോദിക്കും 2 വീലർ ഓടിക്കാമോ എന്നൊക്കെ. അപ്പോൾ അതിനൊന്നും നമ്മൾ തടസ്സം പറയില്ല. പക്ഷെ അപ്പോഴും നമ്മൾ പറയും തലകറക്കമുള്ള സമയത്ത് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. തലകറക്കം നമ്മൾ അപ്രൈറ്റായിട്ട് 2 വീലറിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ തലകറക്കം നമ്മളറിയാതെ റോഡിൽ വീണ് പോകും. പിന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയും. അല്ലാതെ തലകറക്കം നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഗർഭകാലത്തൊക്കെ പലപ്പോഴും തലകറക്കം വരുന്നവരുണ്ട്. അതെല്ലാം പ്രശ്നമൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ഡോക്ടർ, ഏറ്റവും കൂടുതൽ കേസസ് എന്ത് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്? ഈ തലകറക്കം എന്ന് പറഞ്ഞാൽ കൂടുതൽ പീരിയഡ്സ് പ്രോബ്ലം ആണോ അതോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ആണോ അപ്രോച്ച് ചെയ്യുന്നത്? കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കാണുന്നത് ഗർഭിണികളിൽ തന്നെയാണ്. ഗർഭിണികളിൽ ഗർഭകാലം എന്ന് പറയുന്ന ഗർഭാവസ്ഥ എന്ന് പറയുന്ന കുറച്ചൊരു ബലഹീനതയുള്ള കാലമാണ്. അതുമാത്രമല്ല എല്ലാ സിസ്റ്റത്തിലും വ്യത്യാസങ്ങൾ വരുന്ന ഒരു സമയമാണ്, എല്ലാ സിസ്റ്റത്തിലും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? ഓക്കെ, താങ്ക് യു. ഞാൻ മാലതിയാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചവറയിൽ നിന്നാണ് വിളിക്കുന്നത്. ചവറ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. മാഡം, എന്റെ പേര് മാലതി എന്നാണ്. എനിക്കിപ്പോ എന്റെ ഡെലിവറി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞിട്ടൊരു 9 മാസമൊക്കെ ആവും. അപ്പൊ ആദ്യത്തെ 6 മാസം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നോർമലി തന്നെ പോയിക്കൊണ്ടിരുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ 6 മാസം കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ്. ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. തലകറക്കം ഭയങ്കരമായിട്ട് തലകറക്കം വരും. ഇങ്ങനെ തല കറങ്ങിയിട്ട് പുറകിലോട്ടാണ് ഇങ്ങനെ തല കറങ്ങി വീഴുന്നത്. അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ള ചവറ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പിന്നെ അതുപോലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഞാൻ കൊണ്ട് കാണിച്ചു. പ്രൈവറ്റ് ആയിട്ട് ഒരു ഡോക്ടറെയും കാണിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് വൈറ്റമിന്റെ കുറവ് കൊണ്ടായിരിക്കും, ചിലപ്പോ കുഞ്ഞ് പാല് കുടിക്കുന്നതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് വൈറ്റമിൻ കിട്ടാത്തോണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. അതൊക്കെ ഞാൻ കഴിക്കുന്നുള്ളൂ. പക്ഷെ എനിക്കിപ്പോഴും ആ ഒരു തലകറക്കം എനിക്കിപ്പോഴും മാറുന്നേ ഇല്ല. ഇത് ഗർഭകാലത്തിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഗർഭിണിയാവും മുമ്പ്? എനിക്ക് അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടോ? ഇപ്പൊ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സുകൾ കഴിക്കുന്നുണ്ട്. അല്ലാതെ ഒന്നുമില്ല. അല്ലാത്ത മരുന്നുകളൊന്നും കഴിക്കും. വെയിറ്റ് പ്രസവം കഴിഞ്ഞിട്ട് വെയിറ്റ് കൂടിയായിരുന്നു? വെയിറ്റ് കൂടിയായിരുന്നു മാഡം. എനിക്ക് 60 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ചെക്ക് ചെയ്തപ്പോഴത്തേന് 71 കിലോ ഉണ്ട്. നമ്മുടെ തലകറക്കത്തിന്, പ്രസവം കഴിഞ്ഞിട്ട് വരുന്ന തലകറക്കത്തിന് മെയിൻ കാരണങ്ങൾ ഒന്ന്, നിങ്ങൾ നേരത്തെ പറഞ്ഞ കുഞ്ഞിനെ പാൽ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ആവശ്യമുള്ള ആഹാരം നമ്മൾ കൃത്യമായിട്ട് നല്ലോണം വെള്ളം കുടിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തലകറക്കം അനുഭവപ്പെടാം. പിന്നെ ഉള്ളത്, കുഞ്ഞിനെ നോക്കാനായിട്ട് നമ്മൾ രാത്രി ഒരുപാട് പ്രാവശ്യം ഉണരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉറക്കം ഒരുപാട് ഡിസ്റ്റർബ്ഡായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നുണ്ടെങ്കിൽ അവർക്ക് തലകറക്കം വരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ കുറവ്. എപ്പോഴെങ്കിലും ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? രക്തത്തിൻ്റെ അളവ് കുറവുണ്ടോ എന്നുള്ള ടെസ്റ്റ് നോക്കിയായിരുന്നോ? അത് നോർമൽ. തൈറോയിഡിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? തൈറോയിഡ് ഡെഫിഷ്യൻസി, തൈറോയിഡ് ഹോർമോണിന്റെ എന്തെങ്കിലും എപ്പോഴായിരുന്നു? കുഞ്ഞ് കരയുന്നല്ലേ? അപ്പം തൈറോയിഡ് പ്രസവം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തോ? നോക്കിയിട്ട്. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്ന തലകറക്കത്തിൻ്റെ മെയിൻ റീസൺസ് ഒന്ന്, നമ്മൾ അമിതമായിട്ട് വെയിറ്റ് കൂടുന്നതാണ്. ഡെലിവറി സമയത്ത് നമുക്കുണ്ടായിരുന്ന വെയിറ്റിനേക്കാൾ ഒരുപാട് വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ആ ബാലൻസിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അങ്ങനെ വന്നാൽ തലകറക്കം വരും. അത് ഒരു കാരണമാണ്. ഇപ്പോൾ ഇയാൾക്ക് 60 കിലോ ആയിരുന്നത് ഡെലിവറി കഴിഞ്ഞപ്പം 70 ആയി. അപ്പോൾ ഇനി കുറച്ച് ഇനിയിപ്പോൾ 9 മാസം ആയില്ലേ, കുറച്ച് എക്സർസൈസൊക്കെ ചെയ്തിട്ട് പഴയ രീതിയിലേക്ക് പോകണം.
പിന്നെ ഉറക്കം തീരെ കുറവാണ് രാത്രിയെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുത്തിട്ട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണരാതെ നോക്കണം. അപ്പോൾ ഉറക്കത്തിലുള്ള ഡിസ്റ്റർബൻസ് അങ്ങനെ വരും. പിന്നെ വരാവുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, വൈറ്റമിൻ ഡിയുടെ കുറവ്. നമ്മൾ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് വെയിലത്തൊന്നും ഇറങ്ങാതെ അങ്ങനെ തീരെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കുറച്ച് സമയം വെയിലൊക്കെ കൊണ്ടാൽ. ബാക്കി ഇപ്പോൾ BP ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയില്ലേ? അടുത്ത് ഹോസ്പിറ്റലിൽ പോയി എല്ലാം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയല്ലോ, എല്ലാം നോർമൽ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള 12.6 എന്നാണ് ഹീമോഗ്ലോബിൻ. അത് കുഴപ്പമില്ല, നോർമൽ തന്നെയാണ്. അപ്പോൾ ഇയാളുടെ പ്രശ്നത്തിന് മെയിൻലി ഒരു കാര്യം ചിലപ്പോൾ ഈ വെയിറ്റിൻ്റെതാവാം. പിന്നെ ഉള്ളത് ഈ ഉറക്കത്തിൽ വരുന്ന ഡിസ്റ്റർബൻസ് കുഞ്ഞിനെ കൊണ്ട്. പിന്നെ കുഞ്ഞിനെ ഓർത്ത് ഒരുപാട് ടെൻഷനുള്ള ആളാണോ? കുട്ടി ഈ പറഞ്ഞ പോലെ ഭയങ്കര വാശിയാണ്. അപ്പോൾ പല അമ്മമാരുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ടെൻഷൻ അടിക്കുന്നത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കുറവാണെങ്കിലും നമുക്ക് ഈ തലകറക്കം വരാം. അപ്പോൾ കുഞ്ഞിന് ചെറിയൊരു അസ്വസ്ഥത കാണുമ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം ഇയാളുടെ ഈ തലകറക്കം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് തലകറക്കം തന്നെ മരുന്ന് കഴിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ, ഇപ്പോൾ കണ്ടിന്യൂസ് നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ എക്സർസൈസ് ചെയ്യുക. പിന്നെ ടെൻഷൻ കുറയ്ക്കുക, അനാവശ്യ ടെൻഷനിൽ പോവാതിരിക്കുക. കുഞ്ഞിന് പാൽ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ വൈറ്റമിൻ ടാബ്ലറ്റൊക്കെ തന്നെ മതിയാകും. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ള ഈ ലാക്ടേഷൻ സമയത്ത് നമുക്ക് ശരിക്കും പാലൊക്കെ ഉണ്ടാവണമെങ്കിലും തന്നെ നല്ലതായിട്ട് വെള്ളം കുടിക്കണം. കൂടുതൽ ഈ ആഹാരം നമ്മൾ മധുര സാധനങ്ങൾ കുറച്ചിട്ട് ബാക്കി വൈറ്റമിൻസൊക്കെ ചേർന്ന് ഇലക്കറികൾ അതെല്ലാം ധാരാളം കഴിക്കുക, വെള്ളം കുടിക്കുക. വെള്ളം ധാരാളം കുടിക്കുക ഭയങ്കര പ്രധാനമാണ്. പിന്നെ വെയിറ്റ് ഇപ്പോൾ ഇയാളുടെ നേരത്തെ ഉള്ള വെയിറ്റിലേക്ക് പോകാൻ ഇനിയിപ്പോൾ 9 മാസം ആയല്ലോ, ശരിക്കും 1 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പഴയ വെയിറ്റിലോട്ട് കുറച്ച് പോകണം. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സർസൈസ്, അല്ലാതെ വേറൊരു പ്രശ്നം കാണാൻ വഴിയില്ല ഇയാൾക്ക്. അല്ലാതെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ ഒന്നും അങ്ങനെ നമ്മൾ അല്ല, മാറാതെ നിൽക്കുന്നെങ്കിൽ കാണിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. ഇപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തു നോക്കൂ. അപ്പോൾ അതിൽ ശരിയാവുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടോളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഒരുപാട് അസുഖങ്ങൾ, ഈ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ കണ്ണിൻ്റെ രോഗങ്ങൾ, ഇതെല്ലാം കാരണം തലചുറ്റലുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തലചുറ്റൽ എന്ന് പറയുന്നൊരു ലക്ഷണം മാത്രമാണ്. ഇപ്പം ഡയബറ്റീസിൻ്റെ കാര്യം എടുത്താൽ പലരും ആദ്യം ഡയബറ്റീസിൻ്റെ ഷുഗർ കൂടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് അറിയാറില്ല. അപ്പോൾ കുറേ അവർക്ക് എന്തോ ഒരു അസ്വസ്ഥത, അതിലൊരു തലകറക്കം പോലെ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഒരു റിയൽ തലകറക്കമായിരിക്കില്ല, എന്തോ ഒരു ബോഡിക്കൊരു അസ്വസ്ഥത. അത് കാണുമ്പോഴായിരിക്കും അവർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പം ഡോക്ടറെ കാണുന്നു, മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പലർക്കും ഈ ഡയബറ്റീസിൻ്റെ മരുന്നുകൾ എല്ലാവരുടെയും ബോഡി അത് ഒരുപോലെ അല്ല അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഡോസിൽ തന്നെ ഷുഗർ കുറഞ്ഞു പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ അവരോട് ഡയറ്റ് കൺട്രോൾ തന്നെയാണ് പറയുന്നത്. ഡയറ്റ് കൺട്രോൾ ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പലരുടെയും ബോഡിയിൽ അവർ റിയാക്ട് ചെയ്യുന്നത് പല രീതിയിലാണ്. ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ, അത് പലരും തലകറക്കമായിട്ട് തന്നെ വരും. തലകറക്കം, സ്വെറ്റിങ് അങ്ങനെയായിട്ട് വരും. ഷുഗർ കുറഞ്ഞു അതിന് വേറെ മരുന്നൊന്നും ഇല്ല. നമ്മൾ ഈ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്ന എല്ലാവരോടും ഡോക്ടർ എപ്പോഴും നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ ഇച്ചിരി മധുരമുള്ള സാധനം കരുതിയിരിക്കണമെന്ന് പറയുന്നത്. അപ്പം ഷുഗർ കൂടി പോകുന്നതിനേക്കാൾ ശരിക്കും കുഴപ്പമാണ് ഷുഗർ കുറഞ്ഞു പോകുന്നത്, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തലകറക്കമായിട്ട് വരും. തോന്നുന്നു ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ത് പറ്റുമെന്നറിയാമോ, ഇവർ വൈകിട്ടൊക്കെ ഈ ഡയറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ആഹാരം കഴിക്കാതെ മരുന്ന് മാത്രം കഴിച്ചിട്ട്, അപ്പം നമ്മൾ നൈറ്റിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർ പെട്ടെന്ന് ബാത്റൂമിൽ പോകാനൊക്കെ എണീക്കുമ്പോഴേക്കും തല കറങ്ങി വീഴും. അപ്പം മിക്കവാറും അത് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊരു നമ്മൾ ആദ്യം കുറച്ച് നാൾ എടുക്കും അത് ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മരുന്നിൻ്റെ കഴിക്കുന്നത് കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഷുഗർ കുറഞ്ഞു പോകാൻ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തലകറക്കം വരാനും സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ബി പിയുടെ പല മരുന്നുകളുടെയും ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് തലകറക്കമായിട്ടുണ്ട്. ബി പിയുടെ മരുന്ന്, ഇപ്പോൾ ബി പിക്കൊക്കെ മരുന്ന് കഴിക്കുന്നവരൊക്കെ എപ്പോഴും പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിലുള്ളപ്പോഴും ഒക്കെ നമ്മുടെ മൂവ്മെൻറ്റ്സ് കുറച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ചും ഏജൊക്കെ ഉള്ളപ്പം
നമ്മൾ എണീറ്റിരുന്ന് നമുക്ക് തല കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇത് വരാം. തലകറക്കം എപ്പോൾ വേണമെങ്കിലും വരാം. തലകറക്കത്തിനേക്കാളും ബുദ്ധിമുട്ടാണ് ആ തല കറങ്ങി നമ്മൾ എവിടെയെങ്കിലും വീണ് ഇഞ്ചുറാകുന്നത്. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം പിന്നെ ഒരുപാട് സമയം നിന്നാൽ തലകറക്കം വരുന്നവരുണ്ട്. ചില മരുന്നുകൾക്ക് തന്നെ അങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ട്. കുറേ നേരം നിന്ന് കഴിയുമ്പം വരും. അപ്പോൾ അത് ഡോക്ടർ ഇപ്പോൾ ഈ പ്രോപ്പർ ഡയറ്റും എക്സസൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാം. പക്ഷേ ഓവർ എക്സർസൈസ് കൊണ്ട് തലകറക്കം വരും. എല്ലാം നമുക്കൊരു മിതമായിട്ട് വേണം വേണ്ടത്. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തലകറക്കം വരുന്നവരുണ്ട്. പിന്നുള്ളത് നമുക്ക് ചില പൊസിഷൻ കൊണ്ടിട്ട്, ഇപ്പോൾ ഈ നമ്മുടെ പൊസിഷൻ മാറുന്ന അനുസരിച്ച് നമ്മുടെ ചെവിക്കുള്ളിലാണ് നമ്മുടെ ബാലൻസ് മെക്കാനിസം ഇരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇപ്പോൾ ചെവിക്കുള്ളിൽ വരുന്ന ഇൻഫെക്ഷൻസ്, അതൊക്കെ കൊണ്ട് നമുക്ക് പലപ്പോഴും തലകറക്കം വരും. പിന്നെ നമ്മുടെ ബ്ലഡ് കൗണ്ടിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അനീമിയ അല്ലെങ്കിൽ രക്തം കുറയുന്ന അവസ്ഥ, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അവസ്ഥ. ഈ ഡെങ്കു ഫീവറൊക്കെ വന്നിട്ട് പലരും ഒരു പനി വന്ന് മാറിക്കഴിഞ്ഞിട്ട് അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ഷീണവും തലകറക്കമാണ്. പനി അങ്ങ് മാറിയിട്ട് അത് കംപ്ലീറ്റ് ക്യൂർ ആവുന്നതിന് മുമ്പ് അവർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് തലകറക്കമായിട്ടാണ് അവർ പിന്നെ വരുമ്പം നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴാണ് അവരിങ്ങനെ പ്ലേറ്റ്ലെറ്റൊക്കെ കുറഞ്ഞിരിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമാണ് തലകറക്കം. റെഗുലർ ചെക്കപ്പ് എപ്പോഴും നമ്മൾ ചെക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു തലകറക്കം വന്നുടനെ ഓടിപ്പോയി ചെക്കപ്പ് ചെയ്യണമെന്നല്ല, അത് മാറാതെ നിൽക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ എന്തുകൊണ്ട് എനിക്ക് തലകറങ്ങിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? എവിടെന്നാ വിളിക്കുന്നത്? കുറച്ചും കൂടെ ഉറക്കെ പറയാമോ? തൃശ്ശൂർ ജില്ല തുമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓൾ റൈറ്റ്, ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം പറയും. എനിക്കിപ്പോ 68 വയസ്സായി. തലകറക്കം ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തലയിലങ്ങടെ ഭയങ്കര പെരുപെരുപ്പ് മാതിരിയാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് മിന്നി കയറും. അത് ഒരു സെക്കൻഡ് 2 സെക്കൻഡൊക്കെ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ മാറുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോ വീണ്ടും തുടങ്ങും. അപ്പൊ ഞാനിപ്പോ ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് ഒരു 5 ദിവസത്തെ മരുന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് മുന്നേ ഇതുപോലെ ഒരു മാസത്തിന് മുന്നേ ഞാൻ ഇതുപോലെ വാങ്ങിയിട്ട് എനിക്കൊരു ആ മരുന്ന് കഴിച്ച 2-3 പ്രാവശ്യം മാറിയായിരുന്നു. ഇപ്പോ വീണ്ടും തുടങ്ങുകയാണ് ഇങ്ങനെ തന്നെ. ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് എനിക്ക്. ഇതിനെല്ലാം മരുന്ന് കഴിക്കുന്ന ആളാണ്. നിയന്ത്രിച്ചിട്ടുള്ള തന്നെയല്ലേ? ഷുഗറൊക്കെ നിയന്ത്രണത്തിലാണല്ലോ? ഷുഗറൊക്കെ നോർമൽ ലെവലിലാണോ മരുന്ന് കഴിച്ച്? ശരി. കൊളസ്ട്രോളും പിന്നെ ഇതാണ് പ്രഷർ ഇപ്പൊ ഇന്നലെ 190. പ്രഷറൊക്കെ കുറച്ച് കൂടുതലാണ്. അതാണ്. അപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര ഇതെന്ന് വെച്ചാൽ മക്കളൊക്കെ അവരുടെ കല്യാണം നടക്കാത്തതിന്റെ ഒരു ടെൻഷനാണ് ഏറ്റവും കൂടുതൽ. മക്കളൊക്കെ എത്ര മക്കളുണ്ട്? എനിക്ക് 6 പേരുണ്ട്. ഓ, അത് ശരി. അതില് ഒരു മകന്റെയും ഒരു മകളൊരെണ്ണമേ ഉള്ളു. അവരുടെ കല്യാണം കഴിഞ്ഞു. വേറെ 4 ആൺകുട്ടികൾ കെട്ടാനൊക്കെയാണ് ഇങ്ങനെ. 68 വയസ്സല്ലേ ഉള്ളു, സമയമുണ്ട് നമുക്ക്. പ്രായവുമായി 68 ഇപ്പൊ ഒരു പ്രായമല്ല. അതൊക്കെ ശരിയാണ്. ആരോഗ്യമുള്ള ആളുകൾക്ക് പ്രായമല്ല അല്ലേ? അല്ല, നമ്മൾക്ക് എന്തായാലും ഒരു പ്രായമാകുമ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അത് മരുന്ന് കഴിച്ച് നിയന്ത്രിക്കാന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ തലകറക്കത്തിൻ്റെ ഒരു കാരണം ചിലപ്പോൾ ഈ അസുഖങ്ങളുടെ ബാക്കിയായിട്ടായിരിക്കാം. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്, എല്ലാം ഇല്ലേ?
അപ്പം നടക്കാനൊക്കെ പോവാറുണ്ടോ? നടക്കാനൊന്നും പോകില്ല, കാലുവേദന, മുട്ടിന്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ വേദന വരുമ്പോഴാണോ തലകറങ്ങുന്നത്, അതോ അല്ലാതെ ഉണ്ടാവുമോ? അല്ലാതെ ഉണ്ടാവും. ഞാൻ വേദനയുടെ ഗുളികകൾ കഴിക്കുന്നുണ്ട്. ശരി. അത് കുറെ നാളായി കഴിക്കണം, ഒരു ദിവസത്തിലൊരെണ്ണം കഴിക്കും. അപ്പോൾ ഈ മനപ്രയാസം കൊണ്ട് ഉറങ്ങാതിരിക്കുന്നുണ്ടോ? ഉറക്കക്കുറവ് നമുക്ക് തലകറക്കം ഇങ്ങനെ ഉറങ്ങി വരുമ്പോഴേക്കും ആലോചിച്ച് പെട്ടെന്ന് എഴുന്നേറ്റോ. പിന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞ് 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ നമുക്കിങ്ങനെ മാനസികമായിട്ട് വറിയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് തലകറക്കം ഉണ്ടാവാം. അപ്പോൾ കൂടുതൽ നമ്മൾ വറി ചെയ്തിട്ട് നമുക്ക് ഗുണമൊന്നുമില്ല. നമ്മൾ കാര്യങ്ങൾ നടക്കും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ. പിന്നെ ബാക്കി അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുക. ഇപ്പം നിങ്ങൾ ഈ മറ്റസുഖങ്ങൾക്ക് ഡോക്ടറെ കാണുന്ന ഒരാളായതുകൊണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന ഡോക്ടറോട് തന്നെ ഈ കാര്യം കൂടെ പറയണം. കാണാൻ പോകുമ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ടെസ്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ തലകറക്കം പൂർണ്ണമായിട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തലകറക്കം ഒരിക്കലും തലകറങ്ങിയിട്ടുള്ള ആളിന് പുതിയതായിട്ട് തലകറക്കം വരാം നമ്മുടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കണമെന്നുള്ള നിർബന്ധമാണ്. വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ നമ്മുടെ ഈ ഉള്ള അസുഖങ്ങൾ നമ്മൾ നിയന്ത്രിക്കത്തക്ക രീതിയിൽ മരുന്നുകൾ കഴിക്കുക. ഉറക്കം വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ നമ്മളൊരു 7-8 മണിക്കൂറെങ്കിലും ഒക്കെ ഉറങ്ങണം. പകൽ ഉറങ്ങാറുണ്ടോ? അത്രേ ഉള്ളല്ലേ. അപ്പോൾ ഉറക്കം നല്ല ശരിയാക്കാൻ നോക്കുക. പിന്നെ ഈ മനസ്സിൻ്റെ വിഷമങ്ങൾ കഴിയുന്നത് മാറ്റി വെച്ച് എല്ലാം നല്ലതായിട്ട് വരുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. അതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക കെയറിംഗ് ഹാൻഡ്സിലേക്ക്. ഡോക്ടർ, നമ്മൾ ഈ ഒരു കോളിന് മുൻപ് അസുഖങ്ങൾ റിലേറ്റഡ് ആയിട്ട് തലകറക്കത്തിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം കൂടുതലും ഡയബറ്റിക് പേഷ്യൻസിനാണോ വരുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് സിസ്റ്റത്തിലെ ഒരു അസുഖവും തലകറക്കമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഏത് വേണമെങ്കിലും. ഡയബറ്റീസിന് വരുന്നുണ്ട്. അതിൽ മിക്കവാറും വരുന്നത് ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോഴാണ്. നമ്മളിപ്പം ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഡയബറ്റീസ് ഇല്ലാത്ത ആരും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അത്ര നല്ല ഒരു ഏജ് വൈസ് പോലും യങ്സ്റ്റേഴ്സിന് തന്നെ ഒരുപാട് പേർക്കുണ്ട് ഡയബറ്റീസ്. പിന്നെ നമ്മുടെ ഇപ്പം യങ്സ്റ്റേഴ്സ് എല്ലാം ഇവിടെയാണ്, IT ഫീൽഡിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അവരുടെ റുട്ടീൻ ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ വീട്ടിൽ 2 പേർ വർക്ക് ചെയ്യുന്നെങ്കിൽ ഒരാൾ പകൽ വർക്ക് ചെയ്യും, ഒരാൾ രാത്രി വർക്ക് ചെയ്യും. പിന്നെ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. പിന്നെ പലരും ഇപ്പോൾ അവരുടെ ഉറക്കം കണക്കിലെടുക്കാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് ടൈം പലരും അവരുടെ നമ്മുടെ ഒരു പണ്ടത്തെ ഒരു ഡയണൽ ഋതമല്ല ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ ഒരു സ്ലീപ്പ് ഋതമല്ല. പണ്ടൊക്കെ നമുക്ക് എല്ലാവരും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുക, രാവിലെ 6 മണിയാകുമ്പോൾ, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ വളരെ കുറവല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും വന്ന വ്യതിയാനങ്ങൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരുപാട് ഹൈറ്റൊക്കെ ഉള്ളവർ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തലകറക്കം വരും. നമ്മൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വരാം. പിന്നെ ഈ കഴുത്ത് വേദനയൊക്കെ ഉള്ളവർ, നമ്മൾ ഈ സ്പോണ്ടൈലോസിസ് പോലുള്ള അസുഖങ്ങളുള്ളവർ, അവരുടെ നെക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ തലകറക്കം വരുന്നവരുണ്ട്. അതുണ്ട്. അത് പിന്നെ ഈ സ്ത്രീകളിൽ ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അതൊക്കെ ഈ മെനോപോസ് ആകുമ്പം ധാരാളം വരണം. അത് നമ്മൾ കാൽസ്യമൊക്കെ യങ് ഏജിലെ തന്നെ സപ്ലിമെൻ്റ് ചെയ്യാനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ തലകറക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഫുള്ളിങ്ങനെ ചുറ്റി അടിക്കുന്നെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഛർദിലൊക്കെ ഉണ്ട്. ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ പ്രശ്നമുള്ളവർ, അവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ തലവേദനയും ഛർദിലും എല്ലാം വരും. പിന്നെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഇതൊരു സീരിയസ് അസുഖത്തിൻ്റെ ബാക്കിയായിട്ട്, ഇപ്പോൾ സ്ട്രോക്ക് വരുന്നതിന് മുമ്പായിട്ട് തലകറക്കം വരുന്നവരുണ്ട്, ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് തലകറക്കം വരുന്നവരുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യതിയാനങ്ങൾ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ തലകറങ്ങി വീഴുന്നവരുണ്ട്. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഡോക്ടർ ഡേഞ്ചറസ് ആണ് ഇതിപ്പോൾ? ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഇപ്പോൾ വെറും തലകറക്കമല്ല. ഇപ്പോൾ തലകറക്കം ഞാൻ ഈ പറഞ്ഞതുപോലെ തലകറങ്ങുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് അവർക്കൊരു കണ്ണിന് മശക്കം വരുന്നെന്ന് വിചാരിക്കും, ബ്ലറിങ്, കാഴ്ചയിൽ വ്യത്യാസം വരുന്നെന്ന് വിചാരിക്കും. അത് നമ്മൾ പെട്ടെന്ന് സീരിയസ് ആയിട്ട് എൻ്റെ കൂടെ തന്നെ ചടപട വൊമിറ്റ് ചെയ്തെന്ന് വിചാരിക്കും. വൊമിറ്റിങ് വന്നാൽ പിന്നെ നമുക്ക് ഫിറ്റ്സ് പോലെ വന്നാൽ, അപ്പം അങ്ങനെയുള്ളതൊക്കെ എപ്പോഴും സീരിയസ് ആയിരിക്കും. ആ തലകറക്കം അതിൻ്റെ ഒരു ചെറിയ ലക്ഷണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ വലിയ കാര്യങ്ങൾ
ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലകറങ്ങി എന്നൊക്കെ കാണുന്നത് നമ്മൾ ഗർഭകാലത്ത് തന്നെയാണ്. ഇപ്പോൾ പല സീരിയലിലും സിനിമയിലും ഒക്കെ എന്താണ് ഗർഭിണിയായതിൻ്റെ ലക്ഷണം തന്നെ തലകറങ്ങി വീഴുന്നത്. അപ്പോൾ അതൊരു ലക്ഷണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഗർഭകാലത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യ മാസങ്ങളിലൊക്കെ നമ്മുടെ BP കുറയുകയാണ് ചെയ്യുന്നത് ആ ഹൈപ്പോടെൻഷൻ കൊണ്ട്. പിന്നെ ഉള്ളത് ആദ്യ മാസങ്ങളിലുണ്ടാകുന്ന ഛർദിൽ, അമിതമായിട്ട് ഛർദിലുണ്ടാകുമ്പോൾ നിർജ്ജലീകരണം. പിന്നെ ഈ വയറിളക്ക രോഗങ്ങൾ, വയറിളക്കമൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പ്രഷർ കുറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തലകറക്കം ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ നേരത്തെ ലാക്ടേഷനൊക്കെ ചോദിച്ചതുപോലെ നമുക്ക് ആവശ്യമായ ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും തലകറക്കം മാറാൻ മാത്രമല്ല, നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു നല്ല ഒരു കാര്യം നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിച്ച് എല്ലാ അസുഖങ്ങൾക്കും പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗർഭിണികളിലൊക്കെ നമ്മൾ വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അമ്മയുടെ ആരോഗ്യത്തിനും എല്ലാം നമ്മൾ വെള്ളം കുടിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഡോക്ടർ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ആരാണ്? ഞാൻ കോഴിക്കോട് നിന്ന് സുലതാമണിയാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയും. ഡോക്ടറെ, എനിക്ക് ഇപ്പം 3-4 ദിവസമായിട്ട് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാ, പിന്നെ നമ്മൾ കിടക്കുമ്പോഴാ, ആ സമയത്ത് എനിക്ക് തലകറക്കം. അല്ലാത്ത സമയങ്ങളിൽ എനിക്ക് തോന്നില്ല. അതെന്താണെന്ന് എന്നോട് കണ്ടപ്പോ ചോദിക്കാണ്. യാത്ര വല്ലതും ചെയ്തായിരുന്നോ? റീസെന്റ് ആയിട്ട് യാത്ര പോവുകയെല്ലാം ചെയ്തിട്ടുണ്ടോ? യാത്ര പോയിരുന്നു. ലോങ് ജേർണി ആയിരുന്നോ? ദൂരയാത്ര? മോഡെടുക്ക പോയതായിരുന്നു. അപ്പോൾ അതൊരു കാരണമാവാം കേട്ടോ. നമ്മളൊരു യാത്ര, വലിയൊരു നീണ്ട ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബാലൻസിലുണ്ടായ, ഫ്ലൈറ്റിലൊക്കെ അല്ലേ പോയത്, വ്യതിയാനങ്ങൾ കൊണ്ട് അതുപോലെ വരാം. വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ? പ്രഷറോ ഡയബറ്റീസോ ഒക്കെ ഉണ്ടോ? കൊളസ്ട്രോൾ ഉണ്ട്, കുറവാണ്. അതിൽ വലിയ കാര്യമില്ല. 200-ന് താഴെയാണ്. പിന്നെ ഈ മറ്റ് അസുഖങ്ങൾക്ക് മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ യാത്രയിലുണ്ടാകുന്ന ആ ക്ഷീണം കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് തലകറക്കം പോലെയൊക്കെ വരാം. പിന്നെ ഈ യാത്ര ചെയ്തതിലുള്ള നമ്മുടെ മോഷൻ സിക്നെസ് പോലെയുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ട് യാത്ര സമയത്ത് നമുക്ക് എന്തായാലും ഒരു ലോങ് ജേർണിയൊക്കെ ആകുമ്പോൾ ഒരു ക്ഷീണം വരും. പിന്നെ അതിൻ്റേതായ സ്ട്രെസ്സ് നമ്മൾ തിരിച്ച് വന്നിട്ട്, ഇപ്പോൾ നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനുള്ള ധൃതി, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തലകറക്കം വരും. ഇതിപ്പോൾ രാവിലെയും രാത്രിയും മാത്രമേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അപ്പം മിക്കവാറും അതൊരു കുഴപ്പമില്ലാത്തതാവാനാണ് സാധ്യത. കുഴപ്പമില്ലാത്ത ഒരു തലകറക്കം ആവാനാണ് സാധ്യത. ഇപ്പം ശരിക്കും നമുക്ക് അതിൻ്റെ പുറകിലൊരു അസുഖം കൊണ്ടുള്ള ഒരു തലകറക്കമാണെങ്കിൽ രാത്രി പകലെന്നല്ല, അല്ലാത്ത സമയത്തും വരെ ഇത് നിങ്ങളുടെ യാത്രയിലുണ്ടായ സ്ട്രെയിനും ഒരു സ്ട്രെസ് ഉണ്ടല്ലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതുകൊണ്ടുള്ളതാവാനാണ് സാധ്യത. ഒരാഴ്ചയൊക്കെ നമ്മൾ നോക്കുന്നതിൽ കുഴപ്പമില്ല. അതിൻ്റെ കൂടെ മറ്റ് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുകയും റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്ത് നോക്കൂ. ഒരാഴ്ച ആയാലും മാറിയില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്തു. ശരി, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക കെയറിംഗ് ഹാൻഡ്സിലേക്ക്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഹൈഡ്രേഷനെ പറ്റിയാണ്. ഈ വെള്ളം കുടിക്കുക എന്നുള്ള, വെള്ളം ശരിക്കും പറഞ്ഞാൽ എല്ലാ അസുഖത്തിൻ്റെയും ഒരു അസുഖമല്ല, അല്ലാത്ത ആൾക്കാർക്ക് പോലും എപ്പോഴും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ഹൈഡ്രേഷൻ. ഇപ്പോൾ വെള്ളത്തിൻ്റെ ജലാംശം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ അത് തലകറക്കമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വയറിളക്ക രോഗങ്ങളൊക്കെ വരുമ്പോഴൊക്കെ തന്നെ ആ ക്ഷീണം വരുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നതാണ്. ഞങ്ങൾ ഗർഭിണികളോട് എപ്പോഴും പറയും, ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്നുള്ളത്. ഗർഭകാലത്ത് ഈ തലകറക്കം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ BP ചെക്കപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഗർഭമാണ്. നമ്മൾ എന്ത് അസുഖത്തിന് എന്ത് പ്രശ്നത്തിന് അല്ലെങ്കിൽ ചുമ്മാ ഒരു ചെക്കപ്പിന് വന്നാലും അപ്പോഴെല്ലാം നമ്മൾ BP എല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ട് നോക്കുള്ളൂ. അപ്പോൾ BP നമ്മളെപ്പോഴും പേടിക്കുന്നത് ഗർഭകാലത്ത് വരുന്ന പ്രഷറാണ്. പ്രഷർ കൂടുന്നതാണ് നമ്മൾ പേടിക്കുന്നതെങ്കിൽ ഗർഭിണികൾക്ക് BP കുറവെന്നും പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ടൊന്നും കൊടുക്കാറില്ല. BP കുറഞ്ഞിരുന്നാൽ നമ്മൾ അവരോട് ഇങ്ങനത്തെ അഡ്വൈസ് മാത്രം തന്നെയാണ് കൊടുക്കുന്നത്. ധാരാളം വെള്ളം കുടിക്കും. പക്ഷേ BP കൂടുന്നതാണെങ്കിൽ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ BP കൂടിയാൽ മാത്രമാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. പിന്നെ പലരും നമ്മളിപ്പോൾ വേറെ കാര്യങ്ങൾക്ക് നമ്മുടെ അടുത്ത് വരുന്നത് എപ്പോഴും എനിക്ക് ലോ BP എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെല്ലാം പറയുന്നത് എന്താണ്, ലോ BPക്ക് ശരിക്കും മരുന്ന് ആവശ്യമില്ല.
ലോ ബി പി എന്ന് പറഞ്ഞാൽ നമ്മളെ ശൈലിയിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. നല്ലോണം ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോൾ. പിന്നെ എല്ലാവർക്കും ഒരേ ബി പി അല്ല. ഇപ്പം നമ്മൾ 120/80 നോർമൽ എന്ന് പറഞ്ഞാലും 160 നോർമലാണ്, 170 നോർമലാണ്. മനസ്സിലായോ? 90-60 താഴെ പോകുമ്പോഴേ നമ്മൾ അത് ബി പി കുറഞ്ഞെന്ന് നമ്മൾ എടുക്കുള്ളൂ. ഇതൊരു വലിയ വേരിയേഷനാണ്. നമ്മുടെ ബോഡി ശരീരഘടന അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബീസിറ്റിയാണ്. ഒബീസിറ്റി എന്നാൽ അമിതവണ്ണം. അമിതവണ്ണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു ശൈലിയൊക്കെ അനുസരിച്ച് ഈ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പ്രസവ രക്ഷ എന്നൊരു പരിപാടിയുണ്ട്. അതിനകത്ത് അവരെ കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യിച്ച് എല്ലാ സാധനങ്ങളും തീറ്റിച്ച് ഇതെല്ലാം കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരാൾ വെയിറ്റ് കൂടിയ കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ ഒന്നും വലിയ വെയിറ്റ് കൂടുതലൊന്നും അല്ല. ഒരു 70 കിലോ ഉള്ള ആൾ 100 കിലോയുടെ അപ്പുറത്തേക്ക് പോകും. വെയിറ്റ് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു ഹെൽത്തി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. തടിച്ചിരിക്കുക ഹെൽത്തി എന്നുള്ള അതായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അത് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ യങ്സ്റ്റേഴ്സിനൊക്കെ അതെല്ലാം ഒത്തിരി മനസ്സിലായിട്ടുണ്ട്. അവയർനെസ് നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഒബീസിറ്റിയെ പറ്റിയുള്ള പ്രശ്നങ്ങളും അതിന്റെ അവയർനെസ്സും ഒക്കെ ഇപ്പോൾ ഹെൽത്ത് സെക്ടറിൽ തന്നെ നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗർഭിണിയായിട്ടൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ പണ്ടൊക്കെ അവർ തടി കുറഞ്ഞിരുന്നാലാണ്. ഇപ്പം നമ്മളൊരു 40 കിലോയിൽ താഴെ ഉണ്ടെങ്കിലേ നമ്മൾ അതിനൊന്ന് സ്ട്രെസ് ചെയ്യാറുള്ളൂ. പിന്നെ വെയിറ്റ് ഗെയിൻ ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മളാകെ 10 കിലോയാണ്. അതിപ്പോൾ 40 കിലോയൊക്കെ ഉള്ളവർക്കാണ് നമ്മളൊരു 13 കിലോയൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ വെയിറ്റ് ഗെയിൻ ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 25 കിലോയാണ്. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് അതിന് 2-3 കാര്യങ്ങളുണ്ട്. പണ്ടത്തെ അവർ കൺസെപ്റ്റ് എല്ലാം മാറിപ്പോയി. പണ്ട് ഗർഭിണി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പ്രത്യേക റെസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പോൾ ഗർഭിണി എന്ന് കേട്ട് കഴിഞ്ഞാൽ അന്ന് മുതൽ റെസ്റ്റാണ്. ഇപ്പം ഫിസിക്കൽ ആക്ടിവിറ്റിയേ ഇല്ല. അപ്പോൾ ഈ കഴിക്കുന്നതെല്ലാം അങ്ങ് ഉള്ളി പിടിക്കുക, ഒന്നും ചിലവാകുന്നില്ല. അപ്പോൾ അത് ഒന്നും യൂട്ടിലൈസ് ചെയ്യാതെ ഒബീസായിട്ട്. പിന്നെ ഒബീസിറ്റി ഉള്ളവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവർക്ക് വെയിറ്റ് ഗെയിൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഈ ഒബീസിറ്റി എല്ലാം വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ബാലൻസ് മെക്കാനിസവും എല്ലാം അഫക്റ്റഡ് ആവും. ഈ പറഞ്ഞ പോലെ ജോയിൻറ്റ് പെയിൻ, നടക്കാൻ വയ്യ, ഡെലിവറി ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് അനങ്ങാൻ വയ്യ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒബീസിറ്റി എന്ന് പറയുന്നത് ഒരു അൺഹെൽത്തി കാര്യമാണ്, ഹെൽത്തി അല്ല. എന്ന് പറഞ്ഞിട്ട് ഉള്ള വെയിറ്റ് ഒരുപാടങ്ങ് കുറയ്ക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. ഗർഭകാലത്ത് നമ്മൾ ഒരിക്കലും വെയിറ്റ് കുറയ്ക്കാൻ ആരും അഡ്വൈസ് ചെയ്യാറില്ല, പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ബേബി വളരണ്ടേ അപ്പോൾ അതിന്. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അമിതവണ്ണമുള്ള സ്ത്രീകളിൽ വെയിറ്റ് ഗെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 10 കിലോ ഒരു ഗർഭത്തിൽ കൂടണമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ 5 കിലോ മതി എന്ന് പറയും, അത്രയും വെയിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അവർക്ക് കോംപ്ലിക്കേഷൻസ് ഒരുപാട് കൂടുതലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഷുഗർ വരിക, BP കൂടുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഉണ്ടോ ഡോക്ടർ? നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്, അതായത് കൺട്രോൾ ചെയ്യേണ്ട ഏറ്റവും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. ചോറ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെ അതൊക്കെയാണ് പെട്ടെന്ന് ഫുള്ളായിട്ട് അങ്ങ് നമ്മൾ വെയിറ്റ് കൂട്ടാൻ. ബാക്കി സാധനങ്ങളൊന്നും അത്രയും കൂട്ടും. ഇപ്പോൾ ഇലക്കറികൾ കഴിച്ചെന്ന് പറഞ്ഞു, മീറ്റൊക്കെ ഫിഷൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു ഒന്നും നമ്മുടെ വെയിറ്റ് അങ്ങനെ അമിതമായിട്ട് കൂടില്ല. കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. സ്വീറ്റ്സൊക്കെ കഴിക്കുന്ന, ചോക്ലേറ്റ്സൊക്കെ ഒരുപാട് കഴിക്കുന്ന, അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുക തന്നെ വേണം. അതുപോലെ ഡോക്ടർ മറ്റൊരു കണ്ടീഷൻ കേട്ടിട്ടുള്ളത്, ഇങ്ങനെ സ്ത്രീകൾ പറഞ്ഞിട്ട് നമ്മൾ എണീക്കുമ്പോൾ പെട്ടെന്ന് തലകറങ്ങുന്നു, ഞാൻ ഒന്ന് എണീറ്റതേ ഉള്ളൂ അപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് തലകറങ്ങുന്നു. അതെന്താ അതിൻ്റെ മെയിൻ റീസൺ? അത് ഞാൻ ഈ പറഞ്ഞില്ലേ, പൊസിഷൻ മാറുന്നതുകൊണ്ടുള്ള അതുണ്ട്, നമ്മുടെ പോസ്ചർ മാറുന്ന അതുകൊണ്ട് വരുന്നതുണ്ട്. ഇത് ഗർഭകാലത്ത് കുറച്ച് കൂടുതലാണ്. പണ്ട് നമ്മൾ പ്രായമായ അമ്മൂമ്മമാരൊക്കെ, വയസ്സായ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർ പറയും പതുക്കെ ചരിഞ്ഞ് എണീക്കണമെന്നൊക്കെ ഉള്ളത്. പിന്നെ ഗർഭകാലത്ത് നമ്മുടെ ബോഡിയിലെ ഹോളായിട്ട് തന്നെ ഒരു റിലാക്സേഷനാണ്. ചില ഹോർമോൺസ് നമ്മുടെ ബോഡിയിലെ എല്ലാ ടിഷ്യൂസിനെയും റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സഡനായിട്ട് എണീക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉളുക്കൊക്കെ വരാനും അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ BP യിൽ വരുന്ന വ്യത്യാസങ്ങൾ, എല്ലാ മൂവ്മെൻറ്റ്സും പതുക്കെ ആയിരിക്കണമെന്ന് നമ്മൾ പറയും ഗർഭകാലത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ തലകറക്കം ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ബെഡിൽ നിന്നൊന്ന് എണീറ്റൊന്ന് ഇരുന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എണീക്കുക. ഈ തലകറക്കം എപ്പോൾ വരുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തലേന്ന് ഒരു തലകറക്കം വന്നെങ്കിൽ നമുക്കൊരു പേടി കാണാം, ഇനി ഇന്നിപ്പോൾ എണീക്കുമ്പം തലകറങ്ങുമെന്ന്. അല്ലാതെ നമുക്ക് ആർക്കാണ് തലകറക്കം വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, നമ്മുടെ ബോഡിയിൽ ഒരു അണുബാധ ഉണ്ടെങ്കിൽ, ശരിക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ
പെയിനിൻ്റെ കൂടെ തലകറക്കം വരുന്നവരുണ്ട്. പെയിൻ ടോളറേറ്റ് ചെയ്യാതെ ബോധം കെട്ട് വീഴുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഇപ്പോൾ സഡനായിട്ട് എന്തെങ്കിലും ഷോക്ക് വന്നാൽ വരുന്നവരുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാനസിക പ്രശ്നം. പിന്നെ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വിചാരിച്ചു. ആക്സിഡൻറ്റ് പറ്റിയിട്ട് നമുക്കൊരു തലകറക്കം വന്നാൽ എപ്പോഴും നമ്മൾ കാണാത്ത ഭാഗത്തൊരു ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ പുറത്ത് കാണണമെന്നില്ല ബ്ലഡ്, പുറത്ത് ബ്ലീഡിങ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഗർഭിണി സ്കൂട്ടർ ആക്സിഡൻറ്റ് പറ്റിയെന്ന് വിചാരിച്ചു, നമ്മൾ എപ്പോഴും നോക്കുന്ന അവളുടെ വയറിനകത്തോട്ട് നമ്മളറിയാതെ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടായെന്നിരിക്കും, യൂട്രസിനകത്തോട്ട്, അല്ലെങ്കിൽ വയറിനുള്ളിലേക്ക് ബ്ലീഡിങ് ഉണ്ടായെന്നിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ കാണാത്ത എന്തെങ്കിലും രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണുന്നത് ബോധക്കേടായിട്ട്, അല്ലെങ്കിൽ ഫെയിൻറ്റിങ്. ഇപ്പോൾ ഈ തലകറക്കം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സ്റ്റേജാണ് ഈ ഫെയിൻറ്റിങ് എന്ന് പറയുന്നത്. ആദ്യം ഒന്ന് മയങ്ങിയിരിക്കും, പിന്നെ ഫെയിൻറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? എൻ്റെ പേര് സുചിത്ര. സുചിത്ര, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊട്ടാരക്കര. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, ഞാനൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. അപ്പൊ എനിക്ക് ഈ കുഞ്ഞുനാള് മുതൽ ഈ മൈഗ്രെയിന്റെ തലവേദന ഉണ്ടല്ലോ, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഒരു ദിവസം വന്ന് അങ്ങ് പോവായിരുന്നു. ഇപ്പം പക്ഷെ എനിക്ക് ഇങ്ങനെ 3-4 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടർ? ഇത് എനിക്കൊരു മോളുണ്ട്, അവക്കും ഇതുപോലത്തെ ഒരു സിംറ്റംസ് കാണുന്നുണ്ട് യാത്ര ചെയ്യുമ്പോഴായാലും. ഇത് പാരമ്പര്യമായിട്ട് വരുന്നതാണ്, എന്താണ് പ്രതീതി ഉണ്ടോ? മൈഗ്രെയിന് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ പലർക്കും അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്തെങ്കിലും പ്രത്യേക കണ്ടീഷൻ, പ്രത്യേക സാഹചര്യത്തിലാണോ നിങ്ങൾക്കിത് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്ന ദിവസങ്ങളിലാണ് ഇത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ മൈഗ്രെയിനായിട്ട് മരുന്ന് കഴിക്കുന്നില്ലേ? അപ്പം ഇല്ല, ഇതുവരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നില്ല. മൈഗ്രെയിന് മരുന്നുകളുണ്ട് കേട്ടോ, അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള മരുന്ന് എഴുതി മേടിക്കണം. ഛർദിലും ഉണ്ടാവും അതിനോടൊപ്പം? ഛർദിലുണ്ടാവും, പിന്നെ എണീക്കാൻ പറ്റത്തില്ല, ഉറക്കം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് കോഴ്സ് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. മൈഗ്രെയിൻ കംപ്ലീറ്റ് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലർക്കും അത് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യമാണ് അത് ട്രിഗർ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേക ടെൻഷൻ വരുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ കൂടെ, അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇപ്പം സിവിയറായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഷോർട്ട് കോഴ്സ് മരുന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് തുടക്കത്തിൽ തന്നെ കഴിക്കാവുന്ന മരുന്നുകളുണ്ട്. മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങുമ്പം തന്നെ നിങ്ങൾ കാണുന്ന ഡോക്ടറോട് ഈ ഷോർട്ട് കോഴ്സ് മരുന്ന് എടുത്തിട്ട് ആ മരുന്ന് എഴുതി വാങ്ങി നമ്മൾ കയ്യിൽ വെച്ചാൽ സിവിയർ ആവാതെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ല, കംപ്ലീറ്റ് മാറുമോ എന്നെനിക്കിപ്പോൾ പറയാൻ വയ്യ. ചിലർക്ക് മാറാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേക, ഞാനീ പറഞ്ഞ പോലെ ട്രിഗർ ചെയ്യുന്ന കണ്ടീഷൻസ് മാറ്റുമ്പോൾ ചിലർക്ക് മാറി കിട്ടാറുണ്ട്. എന്നാലും മൈഗ്രെയിൻ ഉള്ളവർ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് മരുന്ന് കഴിക്കുന്നതെന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഫുള്ളായിട്ട് മാറുമെന്ന് നമുക്കിപ്പോൾ പറയാൻ വയ്യ. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് വരുമോ ഡോക്ടർ ഈ അസുഖം? പാരമ്പര്യമായിട്ടും വരാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും കെയറിംഗ് ഹാൻഡ്സിലേക്ക് വിളിക്കുക. ഡോക്ടർ, അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്, കൊച്ചുകുട്ടികളിൽ തലചുറ്റൽ വരാറുണ്ട്, അതിൻ്റെ റീസൺ എന്താ? കൊച്ചു കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മൾ പറയില്ലേ, അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടികൾ ഒരിക്കലും ചുമ്മാ തലകറക്കമെന്ന് പറഞ്ഞ് വരില്ല. അപ്പം അവർക്ക് കറങ്ങുന്ന പോലെ വരുന്ന കൊച്ചുകുട്ടികൾ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കളിയുടെ രീതി. ചുറ്റി കളിക്കുന്ന കുട്ടികളുണ്ട് ഇല്ലേ, അപ്പോൾ കളിച്ചുകൊണ്ട് നിന്നിട്ട് അവർക്ക് തലകറങ്ങി എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. പിന്നെ കുറേ സമയം അവർ കറക്റ്റായിട്ട് ആഹാരം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചുകുട്ടികൾ എപ്പോഴും തലകറക്കം ഞാൻ പറഞ്ഞില്ലേ, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അവർ ഒരു ടോപ്പിക്കിലേക്ക് വരാം. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? ഞാൻ അൽഫോൻസ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം. പറയും. എന്റെ പേര് അൽഫോൻസ. എനിക്കിപ്പോ 35 ഇയേഴ്സായി. ഒരു 3 സിസേറിയൻ ആയിരുന്നു. ഇപ്പൊ ഒരു കുറച്ച് നാളായിട്ടാണ് ഞാൻ നടക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു തലകറക്കം പോലെ. എന്താണ് കാരണം എന്നറിയില്ല. ഭക്ഷണം കറക്റ്റായിട്ട്
ചില സമയം നമുക്ക് ജോലിയൊക്കെ ഉള്ളത് കാരണം കറക്റ്റ് ടൈമിൽ കഴിക്കാൻ പറ്റാണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണോ ഇനി വേറെ എന്തെങ്കിലും കുറവാണോ എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ തലകറക്കം എന്തുകൊണ്ട് ഉണ്ടാവണം എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. എന്ത് ജോലിയാണ്? പ്രത്യേകിച്ച് ജോലിയുള്ള? ഞാൻ വീട്ടിൽ തന്നെയാണ്, ഹൗസ് വൈഫ് തന്നെയാണ്. ഇപ്പം പിള്ളേരുടെ പഠിത്തത്തിനൊക്കെ ആയിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നുണ്ടോ ഉറക്കമൊക്കെ മുഷിഞ്ഞിട്ട്? ഇല്ല, മക്കളുടെ പഠനം എന്ന് പറയുമ്പോഴത്തേക്കും അവർ സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അത്രേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ ഇല്ലായിരുന്ന ഒരു തലകറക്കം ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 1-2 രക്തക്കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. മാസമുറയിൽ ബ്ലീഡിങ്? മാഡം, എനിക്ക് 3ാമത്തെ ഡെലിവറി സമയത്ത് ഹീമോഗ്ലോബിന്റെ അളവ് കുറവായിരുന്നു, ബ്ലഡും കുറവായിരുന്നു. ഒരു 5 പോയിന്റ് സംതിങ്. അത്രയും കുറഞ്ഞു? അത്രയും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് 3 ബോട്ടിൽ ബ്ലഡ് എനിക്ക് കിട്ടി. അങ്ങനെയാണ് സിസേറിയൻ ചെയ്തത്. ഇനി അതിനുശേഷം എന്തെങ്കിലും ഉണ്ടായ കുഴപ്പമാണോ? അല്ല, അന്നപ്പം എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടാണോ രക്തം കുറഞ്ഞത്? അതിന് കാരണം എനിക്ക് നമ്മുടെ ആ ടൈം ഉണ്ടല്ലോ, പ്രഗ്നൻസി ടൈമിൽ എനിക്ക് അയണിന്റെ ടാബ്ലറ്റോ സിറപ്പോ കഴിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിരുന്നു. ഓ, അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും പറയും. അതുകൊണ്ട് എന്നെ കൊണ്ട് എടുക്കാൻ സാധിച്ചില്ലായിരുന്നു. അതിന്റെ ഒരു വലിയൊരു കുറവ് ആ ഒരു ബ്ലഡിൽ ആ ഒരു ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വിളർച്ചയിലോട്ടാണ് ലാസ്റ്റ് അനീമിയയുടെ സ്റ്റേജിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ എന്നെ അവിടെ കിടന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ അത് പറ്റിയില്ലായിരുന്നു. ശരി ശരി. ഇളയ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പം? മോൾക്കിപ്പോ 3ാമത്തത് മോൾക്കിപ്പോ ഒരു 4.5 വയസ്സ് കഴിഞ്ഞു. 4.5 വയസ്സ്. അതിൽ പിന്നെ എപ്പോഴെങ്കിലും ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതിനുശേഷം ഞാൻ അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്താണെന്നറിയാമോ, നിങ്ങൾ ഈ അയണൊക്കെ കഴിക്കാൻ പറ്റാതിരുന്ന ആൾ നമ്മൾ ബ്ലഡ് അടച്ച് നമ്മുടെ സിസേറിയനൊക്കെ ചെയ്തല്ലോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ അയണൊക്കെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മിക്കവാറും ബോഡിയിലുള്ള അയൺ സ്റ്റോർ എന്ന് പറയും. നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഒരു സ്റ്റോറുണ്ട്. ആ സ്റ്റോർ ചിലപ്പം ശരിയായിരിക്കില്ല, കുറവായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്ന അയൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും രക്തക്കുറവ് ഉണ്ടായിരിക്കാനൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും നോക്കണം. രക്തക്കുറവ്, ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടെങ്കിൽ രക്തക്കുറവ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ഉള്ളത്, പുറത്തിറങ്ങി കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളുകയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? നന്നായിട്ട് നടക്കുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് നടന്നൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അത് വേണം. പിന്നെ കുറച്ച് കിലോമീറ്ററോളം നടന്നു തന്നെയാണ്. ശരി ശരി. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊള്ളണം. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായാൽ ചിലർക്ക് ഇതുപോലെ തലകറക്കം വരാം. പിന്നെ ഉള്ളത് തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ. ഇടയ്ക്കൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് തൈറോയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഗർഭകാലത്ത് BP ഉണ്ടായിരുന്നോ? എല്ലാം നോർമലാണ്. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു മെയിൻ കാര്യം ചിലപ്പോൾ ഈ രക്തക്കുറവ് തന്നെ ആയിരിക്കും കേട്ടോ. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി അത് കുറവുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ മാറാൻ നിൽക്കുന്നെങ്കിൽ എന്തായാലും തലകറക്കത്തിന് വേണ്ടി തന്നെ ഒരു ഡോക്ടറെ കണ്ടുള്ളൂ. ഇപ്പോൾ നേരത്തെ ഇത്രയും 5 ഗ്രാമൊക്കെ ഹീമോഗ്ലോബിൻ ആയവരാ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അയണൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും 5 ഗ്രാമിലൊന്നും പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു 9-8 നിന്നാലും 5 ഗ്രാമിലോട്ട് പോയെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ തന്നെ ഈ അയൺ ഡെഫിഷ്യൻസിയോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഹീമോഗ്ലോബിൻ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ശരി, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക ഡോക്ടർ. നമ്മൾ കൊച്ചുകുട്ടികളിലെ തലകറക്കത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ട്, കൊച്ചുകുട്ടികളിൽ തലകറക്കം എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഇങ്ങനെ പറഞ്ഞു വന്നാലും അടുത്ത ദിവസം അവർക്കൊരു പനി, അവർക്ക് ഈ ഒരു വൈറൽ ഇൻഫെക്ഷനൊക്കെ പ്രീ ഇൻഫെക്ഷൻ്റെ ഒരു പ്രോഡ്രോമൽ ഫേസിൽ അവർ തലകറക്കം എന്ന് പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഈ സ്ത്രീകളിലെ തലകറക്കം പറഞ്ഞുകൊണ്ട് ഒരു പ്രധാന കാര്യം ഞാൻ പറയട്ടെ. ഹിസ്റ്ററിക്കലായിട്ട് തലകറക്കം എന്ന് പറഞ്ഞാൽ പല വീടുകളിൽ ഇപ്പം ഗാർഹിക പീഡനങ്ങൾ, ഭർത്താവുമായിട്ടുള്ള വഴക്ക്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, അതിൽ നിന്നൊരു എസ്കേപ്പിസമായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. തലകറക്കം മാത്രമല്ല, ബോധക്കേടായിട്ട് കൊണ്ടുവരും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിക്കും അവർക്ക് ബോധമില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ നോക്കി വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ആക്ട് ചെയ്യുന്ന ഒരു ബോധം കെട്ടതായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് പലപ്പോഴും നമ്മുടെ കാഷ്വാലിറ്റികളിലൊക്കെ നമ്മളൊക്കെ പണ്ടൊരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ വരുമ്പോൾ അതിൽ മെയിൻലി സ്ത്രീകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒരു നിർവാഹം ഇല്ലാതെ അവർ ആ ഒരു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് എന്താണ്
ഫിസിക്കലി ഹാൻഡിൽ ചെയ്യുന്ന ഹസ്ബൻഡ്സ്, അവരൊക്കെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഒരു ഫിസിക്കൽ അബ്യൂസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ നിവൃത്തിയില്ലാതെ അവർ അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഹിസ്റ്ററിക്കൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡയഗ്നോസിസ് ആയിട്ട് പറയത്തില്ല, ബാക്കി വേറെ ഒന്നും ഇല്ലയെന്ന് തിട്ടപ്പെടുത്തിയിട്ടേ നമ്മൾ പറയുള്ളൂ. എന്നാൽ അതൊരു പലർക്കും പല പേഷ്യൻസ് നമ്മളോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാഡം എനിക്ക് നിവൃത്തിയില്ലാതെ ഞാൻ അങ്ങനെ കടന്നതാണ്. അവരവരുടെ അല്ലാതെ അവർക്ക് നിർവാഹമില്ല. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട കാര്യമില്ല. അത്രയ്ക്ക് ഒരു സഹികെടുമ്പം എന്നാൽ പിന്നെ ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ കാറൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഒരു കണ്ടീഷനുണ്ട്. കൊച്ചുകുട്ടികളിൽ ഒരിക്കലും നമ്മൾ അവർ തലകറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കെയർ ചെയ്യുക തന്നെ വേണം. മിക്കവാറും അടുത്ത ദിവസം അവർക്കൊരു പനി വരും. അതിൻ്റെ ഒരു പ്രോഡ്രോമൽ ആ ഒരു ക്ഷീണം കൊണ്ട് അവർക്ക് തലകറക്കമെന്ന് പറയാൻ അറിഞ്ഞുകൂടാ, ക്ഷീണമെന്ന് പറയാൻ അറിഞ്ഞുകൂടാ. ആ ഒരു സ്റ്റേജിൽ അവർ ഇങ്ങനെ വരാറുണ്ട് കൊച്ചുകുട്ടികൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായാലും കൂടുതലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും അതുപോലെ തന്നെ അസുഖങ്ങളുടെ പുറകിലെ അസുഖം. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്ന ടൈമായിരിക്കുകയാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ലേഡീസിനും ലക്ഷണങ്ങൾ മനസ്സിലായി, സിംറ്റംസ്, പ്രിക്കോഷൻസ് മനസ്സിലായി, എങ്ങനെയാണ് തലകറക്കം അല്ലെങ്കിൽ തലചുറ്റലിൽ നിന്നും രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഒരു കുറേ കാര്യങ്ങൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഡോക്ടർ ഫോർ ജോയിനിങ്. ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കെയറിംഗ് ഹാൻഡ്സിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.